വെള്ളത്തിൽ റിങ് ഇറക്കുന്നതിൻ്റെ പാർട്ട് രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മളിത് കാണുന്നത്. ആദ്യം നമ്മളൊരു റിങ് ഇറക്കുന്നതിൻ്റെയാണ് ആദ്യം കാണിച്ചത്. ഇതിപ്പോൾ 2ഉം 3ഉം അതിന് മുകളിലേക്കുള്ള റിങ്ങുകളെല്ലാം ഇറക്കുന്നതിൻ്റെ വീഡിയോ ആണ് തുടർന്ന് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ അടുത്ത ദിവസം പണി കഴിഞ്ഞിട്ട് എൻ്റെ പിറ്റേ ദിവസം ഇറക്കുന്നതും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോയുടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് പണി തീരുന്നോളം വരെയുള്ളൊരു വീഡിയോ ആണ് ഇതിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അലയനത്തിലോട്ട് അളിയാ ഇവിടെ പക്ഷെ ഒത്തിരി പൊങ്ങിയില്ലേ വേറെ പിടിച്ചിരണം ഇതിനെ പിടിച്ചിറങ്ങി വന്ന് വെച്ചോ 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 അത് വാങ്ങിയാണ് പറഞ്ഞോളാം നമുക്കല്ലടാ. വെള്ളത്തിടല്ലേ വെള്ളത്തിട്ട് കഴിഞ്ഞാൽ കയ്യെ പിടിക്കുമ്പോൾ തെറ്റിപ്പോല്ലേ? മൂന്നെണ്ണം വെച്ചാൽ പോരെ? മൂന്നെണ്ണം വെച്ചിട്ട് നോക്കാം. മതി എന്നാലേ നമുക്ക് പിന്നെ ഈ 3 ഇരുന്നിടത്തോളം കാലം പിന്നെ ഇടിയാ. കാരണം മണ്ണ് ഉള്ളിലേക്ക് തള്ളി വരുന്നത് നിൽക്കുമല്ലോ. ഒത്തിരി നമുക്ക് വെക്കാൻ പറ്റില്ല. പോലെ ഇറങ്ങി അതെ നോക്കിയാ എവിടെയൊക്കെയാ പോയിന്റ് കണ്ടെത്തിയെന്ന്. ഇന്നും കൂടെ താത്തിയാൻ പോരാടാ. ഇന്നും കൂടെ താത്താൻ പറ്റുമോ നോക്കാം. അങ്ങനെയാണോ? ഇഷ്ടം പോലെ ഉള്ളു അതുപോലെ വെച്ചോട്ടെ.
സജീവ അളിയനൊഴിക്കും അളിയാ ഇറങ്ങട്ടെ ഇറങ്ങട്ടെ ഇറങ്ങി ഷാജി ഞാൻ വശത്തിൽ ഇറങ്ങട്ടെ ഷാജി ദിവസം നിർത്താൻ ഞാൻ ഇറങ്ങി സെറ്റാക്കാം ഇറങ്ങട്ടെ കയറണേ വൃത്തമില്ലാതായി ആ കയറണ തീർന്നു ആ ഇനിയിപ്പോൾ കുറച്ചൊക്കെ ആവും കയറി വരുമ്പോൾ അപ്പോൾ ഇരുത്തിക്കേ അടി ഇരുത്തിക്കേ അത് ഇരുത്തിക്കോ ഓക്കേ ഇത് മതിടാ നീ താന്നിട്ട് മതി കുറേ ഇങ്ങനെ താഴ്ന്നു കുറേ വെക്കുന്നു കേട്ടോ അള്ളിൻ്റെ മേളിൽ അള്ളിൻ്റെ ഓക്കെ 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 എല്ലാം കൂടെ ഉണ്ടാക്കി എല്ലാം കൂടെ ഉണ്ടാക്കി വെക്കരുത് ഇത് ഇറങ്ങണോ ഇതുണ്ടോ ഇങ്ങനെ അരഞ്ഞാളത്തോടെ ചവിട്ടി തന്നെ ടോപ്പ് വരെ കയറാൻ പറ്റും. ആ എത്ര എണ്ണം 100 ഇങ്ങനെ കയറാം. ആ കയറ് വേണ്ട വേണ്ട. പിന്നെ നമ്മൾ സൂക്ഷിച്ച് നിൽക്കേണ്ട എന്താ വെച്ചാൽ ചന്തി വന്ന പുറകെ തട്ടിയാൽ മുന്നോട്ട് ആഞ്ഞു പോകും. അതനുസരിച്ച് ബാലൻസ് അപ്പുറത്തെ ഇറങ്ങിയ മോട്ടർ അടിക്കുന്നുണ്ടോ? മോട്ടർ അടിക്കാൻ പറ്റത്തില്ല. പോരിയാൽ മതി. മുക്കാൽ ഇറങ്ങി വെള്ളമല്ലേ ഉള്ളൂ. ഈ സാധനം അങ്ങോട്ട് മാറ്റാം. തോണി തൂണ് പിടിച്ചില്ല. ഇവിടെ കണ്ടില്ല കുഴിയാതെ കുറ്റിയുടെ അവിടെ നിന്ന് ഇച്ചിരി കൂടെ അങ്ങോട്ട് നീക്കി കുഴിക്കണം. അവിടെ മൊത്തം ഇടിഞ്ഞു കിടക്കുമോ? ഇവിടെ വെക്കാം കേട്ടോ. ഇന്നലത്തെ പണിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 റിങ്ങോളം വെച്ചിട്ട് പണി നിർത്തിയായിരുന്നു. ഇപ്പം വെള്ളം വന്ന് കിടക്കുവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്ന് നോക്കി പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോഴത്തേക്ക് കാണുന്ന ആ 6 റിങ്ങിൻ്റെയും മുകളിൽ വെള്ളം കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും വെള്ളം കയറി. തുടർന്ന് ഇന്ന് ബാക്കിയുള്ള റിങ്ങുകളെല്ലാം വെച്ച് ഫിനിഷ് ചെയ്യുകയാണ്. നമ്മളിപ്പം ഇന്നലെ റിങ് ഇറക്കിയ കിണറാണ് നമ്മൾ നോക്കുന്നത്. ഇന്നലെ 3 റിങ്ങാണ് ഇറക്കിയത്. അവർ പിന്നീടത് 3 റിങ്ങും കൂടെ കൂട്ടി 6 റിങ് ഇറക്കി. 6 റിങ് ഇറക്കിയപ്പോഴത്തേക്ക് വെള്ളം മുകളിൽ വന്നിരിക്കുന്ന കാഴ്ച ഉണ്ടോ? ഇത് 6 റിങ്ങിൻ്റെ മുകളിലാണ് ഈ വെള്ളം വന്ന് നിൽക്കുന്നത്. ആകെ 3 മഴയെ നമുക്കിവിടെ ലഭിച്ചുള്ളൂ. അപ്പോഴത്തേക്ക് ഇത്രയും വെള്ളമായി. അപ്പോൾ ബാക്കിയുള്ള റിങ്ങും കൂടെ തുറന്ന് നിന്ന് ഇറക്കാൻ പോവുകയാണ്.
അപ്പേ എമ്പടിയുണ്ടത് നമ്മുടെ അവിടെ താത്തേക്കനേക്കാളും കൂടുതൽ താത്തിട്ടുണ്ടല്ലോ പിന്നെ അവിടെ ഉള്ളു പാറയില്ലാത്തോണ്ടാ ഉറവല്ല മുതു പാറ അടിയുണ്ട് അതെ പാറ വരും മണ്ണ് കല്ലുണ്ടെങ്കിലും കുഴപ്പമില്ല കൂടെ കുറച്ച് തറയിലടിച്ചാലും പൊട്ടും അല്ലേ പതിയെ വെക്കണം ആർക്കില്ല മറ്റേതൊക്കെ ടൈപ്പാണെങ്കിൽ പെട്ടെന്ന് വിണ്ടുപോകും പോവുള്ളൂ ഓ ഉണ്ടായിരുന്നു ധൈര്യമായിട്ട് കൊണ്ടുനടക്കാം അതൊക്കെ വണ്ടിയിൽ ഇറക്കി നേരെ കിണറ്റിലോട്ട് വെക്കുന്ന സ്ഥലത്തൊക്കെയാണെ പറ്റും അല്ലേ പറ്റത്തില്ല
6 റിങ് വെച്ച് 7ാമത്തെ റിങ്ങാണ് മോളി വെക്കുന്നത് അല്ലേ? ഇതൊക്കെ നമ്മളെ വെള്ളത്തിനുള്ള പണിയല്ലേ മാറുന്നു ശകലം മാറുന്നു പിന്നോടെ കൊക്കയെ പിടിച്ചു നമ്മളിവിടെ നിന്ന് ഇവിടെ നിന്നിട്ടുണ്ടോ? അപ്പൊ ഈ ഇറങ്ങിറക്കിട്ട് നമ്മൾ സൈഡിൽ മണ്ണിടൂലോ, മണ്ണിടുമ്പോൾ അത് കിണറ്റിലോട്ട് തന്നെ ഇറങ്ങിൻ്റെ അകത്തോട്ട് വരും. ശരി ഇരിക്കടാ, ഇരിക്ക.
ഏകദേശം 18ഓളം റിങ്ങുകൾ വെച്ച് ഈ കിണറിൻ്റെ പണി കഴിഞ്ഞിരിക്കുവാണ്. ഇതിൻ്റെ ഫിനിഷിങ് ഘട്ടം ഇതാണ്. ഇത് നമ്മൾ നിലനിരപ്പിൽ നിന്നും ഒരു 3 റിങ്ങും കൂടെ പൊക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ മോട്ടോർ വെക്കുന്നതിനും മറ്റുമൊക്കെ ഇതിനകത്ത് ഉള്ള സൗകര്യങ്ങളുണ്ട്. ചുറ്റും ഈ കിണറിലേക്ക് ചെളിയും മറ്റും വെള്ളവും വന്ന് വീഴാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചുറ്റും റിങ്ങുകൾ എത്തിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ കിണറിന് റിങ് ഇറക്കി ഇതിൻ്റെ പണി തീർത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ല മനോഹരമായ രീതിയിൽ ഇനിയിപ്പോൾ അടുത്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം തേകണം. ഈ കംപ്ലീറ്റ് വെള്ളം തേകി അടിയെല്ലാം ശരിക്കും മണ്ണൊക്കെ ചാടിയിരിക്കുന്നത്, കല്ലൊക്കെ ചാടിയിരിക്കുന്നതെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കൊള്ളുള്ളൂ. ഇങ്ങനെയാണ് റിങ് ഇറക്കിയിട്ടുള്ള പണികൾ. ഇങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് നമുക്കിവിടെ സാധിക്കുന്നത്. അത്രയും നല്ല മനോഹരമായ രീതിയിൽ അവർ റിങ് ഇറക്കിയിരിക്കുവാണ്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്.